സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൺമണി കൃഷിനോട് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം മാനസ സാറിനെ ചതിക്കുകയാണ് എന്നൊക്കെ. പക്ഷേ എങ്ങനെ ഞാനത് പറയും? കാരണം ഒരു കണക്കിന് പറഞ്ഞാൽ സാറിൻ്റെ തലയിൽ മാനസ മേഡത്തിനെ കെട്ടിവെച്ചത് ഞാൻ തന്നെയല്ലേ? ഒരുപാട് പ്രാവശ്യം സാറ് പറഞ്ഞതാണ് മാനസ മേഡത്തിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന്. പക്ഷേ എൻ്റെ വാശി കാരണം അന്ന് ഞാൻ അതിനൊക്കെ സമ്മതിക്കുകയല്ലേ ചെയ്തത്. പക്ഷേ സാറിനോടത് പറയാനായിട്ട് കൺമണി നിൽക്കുന്ന സമയത്ത് തന്നെ കൃഷി പറയുന്നുണ്ട്, കൺമണി മാനസയെക്കുറിച്ച് പറയണമെങ്കിൽ എന്നോട് പറയണ്ട. ഒരു കണക്കിന് എൻ്റെ ജീവിതം തകർത്തത് കൺമണി തന്നെയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ല സാർ, അത് പിന്നെ ഞാൻ അന്നത്തെ എൻ്റെ ദേഷ്യം കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചതാണെന്നും കൺമണി തുറന്നു പറയണം. എന്തായി ഇപ്പം എൻ്റെ ജീവിതമാണ് അതിൽ ബലിയാടായത് എന്നും പറയുന്നുണ്ട്. ഒരു കണക്കിന് പറഞ്ഞാൽ മാനസ ഇവിടുന്ന് പോയത് നന്നായി, അല്ലെങ്കിൽ ഞാൻ അവളെ ശരിയാക്കുമായിരുന്നു. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ പോലും ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിന്നു അവൾ. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവളെ എനിക്ക് ഒരുപാട് രീതിയിൽ തന്നെ ഉപദ്രവിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം കൺമണി ചോദിക്കുന്നുണ്ട്, സാറിന് ആരെങ്കിലും ശത്രുക്കളുണ്ടെന്ന് ചോദിക്കുകയാണ്. ഓ ഉണ്ട്, 2 ശത്രു എനിക്കുണ്ട്. ഒന്ന് ഒരു പഴയ ശത്രുവാണ്, പിന്നെ ഒരു ശത്രുവിനെ ഞാൻ ബാംഗ്ലൂരിലേക്ക് ഇപ്പോൾ കയറ്റി അയച്ചിട്ടുണ്ടെന്നും പറയുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പഴയ ശത്രു എന്ന് പറഞ്ഞാൽ എൻ്റെ കൺമുന്നിലിരിക്കുന്ന ഈ കൺമണി തന്നെയാണെന്ന് പറയുന്നു. സാർ, അത് പഴയ സംഭവമല്ലേ? സാറിനോട് എന്നോട് ദേഷ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ. എന്നെ പോലീസ് സ്റ്റേഷനിൽ വരെ കയറ്റിയ ശത്രുവാണ് കൺമണിയെന്നും കൃഷ് പറയുക കേട്ടോ കൺമണിയെക്കുറിച്ച്. അപ്പോഴത്തേനും കൺമണിയാണെങ്കിലോ വിഷമാവുന്നുണ്ട്. കാരണം കൃഷിനോട് ഒരുപാട് ചതിയാണ് താൻ ചെയ്തതെന്നുള്ളത് ഓർത്തിട്ട്. അതിനുശേഷം തന്നെ ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടോ ഒന്നും പ്രവർത്തിച്ചിട്ടോ കാര്യമില്ല കൺമണി. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. പക്ഷെ മാനസിക ഒരിക്കലും തന്നെ എനിക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം തന്നെ കൺമണി എന്തായാലും ഇങ്ങനെ ഇനി കുറിച്ച് സംസാരിച്ചിട്ടോ ഒന്നും പ്രവർത്തിച്ചിട്ടോ കാര്യമില്ല, കൺമണി പൊക്കോ എന്ന് പറയുന്നു. അപ്പോഴത്തേനും കൃഷിൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ എന്താടാ രാവിലെ തന്നെ ഉടക്ക് കൺമണിയുമായിട്ടെന്ന് ചോദിക്കുകയാണ്. ഓ ഒന്നുമില്ലടാ, എന്തപ്പോൾ ഉടക്ക്? ഒരു ഉടക്കും ഇല്ല, ഞങ്ങൾ സംസാരിച്ചതാണെന്ന് പറയുന്നു. എന്തായാലും കൺമണി എൻ്റെ കൂടെ വരുന്നോ കമ്പനിയിലേക്ക്? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺമണി ഇല്ലാതെ അവിടെ ഒരു കാര്യങ്ങളും നല്ല രീതിക്ക് നടക്കുന്നില്ല എന്നും പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് സാർ, ഞാൻ ഇവിടെ സാഗർ സാറും അതുപോലെ സുജാത മേഡവും എന്നെ ഏൽപ്പിച്ചു പോയതാണ് കൃപയെ. അതുകൊണ്ട് അവർ വരാതെ എനിക്ക് ഇവിടെ നിന്ന് പോരാനും സാധിക്കില്ല എന്ന് പറയുന്നു. അതിനെന്തിനാ കൺമണി ഇവിടെ നിൽക്കുന്നത്? ഞാനുണ്ടല്ലോ, കൃഷി പറയുന്നുണ്ട്. അല്ല ഒന്നുമില്ല, ഇവിടെ നിൽക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പേഴ്സണൽ കാര്യമാണ് കൺമണി ഇത്. കൺമണി ഓഫീസിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കൺമണിക്ക് പൈസ തരുന്നത്. കൺമണിക്ക് പോകാമെന്ന് പറയുന്നു. അങ്ങനെ കൺമണിയും കൂട്ടിക്കൊണ്ട് പോവാട്ടോ. കൃഷ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ വീണ്ടും കാണിക്കുന്ന ബലരാമനെയും അമ്മയാണ്. ബലരാമനോട് പറയുന്നുണ്ട്, കൃപയുടെ കാര്യം ഏകദേശം തീരുമാനമായി. അടുത്ത ലക്ഷ്യം ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ തന്നെ വേണ്ട അമ്മേ, ഒന്ന് തണുക്കട്ടെ, അതിനുശേഷം അടുത്ത തീരുമാനിക്കാം. അത് പറ്റില്ല മോനെ. തന്നെ അങ്ങനെ ഗ്യാപ്പ് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഓരോരുത്തരായി തകരുമ്പോൾ മാത്രമാണ് സാഗർ ഒരു പാഠം പഠിക്കുള്ളൂ. അങ്ങനെയാകുമ്പോഴാണ് നമുക്ക് പപ്പയെ പഴയ രീതിക്ക് തന്നെ പെട്ടെന്ന് തന്നെ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എന്നൊക്കെ ബലരാമനോട് അമ്മ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നോക്കട്ടെ അമ്മേ, എന്തായാലും അവർ തകർന്ന മട്ടം തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ എല്ലാം അവസാനിപ്പിക്കാം നമുക്കെന്നും പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ആൻറ്റി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് പോകുന്നു. അങ്ങനെ ആൻറ്റി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബലരാമൻ്റെ അമ്മയോട് എന്തിനാണ് അവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്? ഇതിലൊരു കുറ്റബോധം ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്തിനാണ് എനിക്ക് കുറ്റബോധം? അവൻ ഇതെല്ലാം തന്നെ ചെയ്യണം. അവൻ എൻ്റെ അടിമയാണ്, ഞങ്ങളുടെ അടിമയാണ്. അവൻ ഞങ്ങൾ പറഞ്ഞത്, യജമാനൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അനുസരിക്കാനായിട്ട് പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേനും അത് ശരി തന്നെയാണ്, നീ ഒരു അക്ഷരം മിണ്ടേണ്ട കാര്യമില്ല, ഞങ്ങൾ പറയുന്നത് പോലെ അവൻ പ്രവർത്തിക്കും, അവൻ്റേതായിട്ട് ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ ബലരാമനെ ഒരു അടിമയെ പോലെ അവരുടെ സ്വന്തം അച്ഛനമ്മയും സഹോദരങ്ങളെയും തകർക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുക ദുഷ്ടന്മാരായിട്ടുള്ളവർ. അതിനുശേഷം വീണ്ടും അലിഗയിലാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡൽഹി പ്രോജക്റ്റ് ഞങ്ങൾക്ക് കിട്ടിയെന്ന് ആഘോഷിക്കുക കേട്ടോ അവിടുത്തെ സ്റ്റാഫുകൾ. അങ്ങനെ കൺമണിക്ക് എല്ലാവരും കൂടി ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കൺമണിക്കുള്ളതാണെന്ന് പറയുന്നു. എന്തിനാണ് എനിക്ക് ഗിഫ്റ്റ് തന്നിരിക്കുന്നത്? നിങ്ങളും കൂടി ഇതിൽ പ്രയത്നിച്ചിട്ടല്ലേ നമുക്ക് ആ പ്രോജക്റ്റ് കിട്ടിയത്. അത് മാത്രമല്ല, ഇത് നിൻ്റെ കഴിവ് മാത്രമാണെന്ന് പറയുന്നു. അവിടേക്ക് വിദ്യ വരുന്നു കേട്ടോ. എന്താ പ്രശ്നം? എല്ലാവരും എന്തിനാ സീറ്റിൽ നിന്ന് എഴുന്നേറ്റതെന്ന് ചോദിക്കുന്നു. കൺമണിക്ക് ഞങ്ങളൊരു ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കൺമണി കാരണമല്ലേ നമുക്ക് ആ പ്രൊജക്റ്റ് കിട്ടിയതെന്ന് പറയുന്നു. ഇവള് ഇറച്ചതുകൊണ്ട് എൻ്റെ ഡിസൈൻ തള്ളിപ്പോയത് കൊണ്ട് മാത്രമാണ് അങ്ങനെ.
അല്ലെങ്കിൽ എനിക്ക് തന്നെ ആയിരിക്കും അത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ വിധിക്കാണെങ്കിലോ കൺമണിയോട് ഇപ്പോൾ നല്ല ദേഷ്യമാണ്. കാരണം ഒരു പക പോലെയാണ് കേട്ടോ. കൺമണിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടുന്നുണ്ട്, ഉയർന്ന സ്ഥാനം കിട്ടുന്നുണ്ട്. ഇതൊന്നും തന്നെ വിധിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. കമ്പനിയിലെ എല്ലാവർക്കും കൺമണി മതി എന്ന രീതിയിലായപ്പോൾ വിധിക്ക് അവളോട് പേഴ്സണലി ആയിട്ട് നല്ല ദേഷ്യമുണ്ട്. അതിനുശേഷം തന്നെ ബലരാമനെ കാണിക്കുന്നത്. ബലരാമൻ പറയുന്നുണ്ട്, എന്തായാലും കൺമണി അവളെ നമുക്ക് വേണമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. എന്തിനാ സർ അവളെ? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡിസൈനേഴ്സ് ഉണ്ടല്ലോ, അതിലേതെങ്കിലും നല്ലതിനെ എടുത്താൽ പോരെ? എടാ ഒരുപാട് കെട്ടിടങ്ങളുണ്ട്, പക്ഷേ താജ്മഹൽ ആണെങ്കിലോ വളരെ പ്രിയപ്പെട്ടതും എത്ര ഭംഗിയുമാണത്. അതിനോട് ഉപമിക്കാൻ മറ്റൊരു കെട്ടിടത്തിനും സാധിച്ചിട്ടില്ലല്ലോ. അതുപോലെ തന്നെയാണ് കൺമണി, വളരെ നല്ലവളാണ്, അവളെയാണ് നമുക്ക് വേണ്ടത്, ആ ഒരു കഴിവിനെയൊക്കെ വേണ്ടത്. അങ്ങനെയൊന്നും അവളെ കിട്ടാൻ നമുക്ക് കഴിയില്ല, പക്ഷേ അത് കിട്ടണം. അത് മനോജിലൂടെ തന്നെ കഴിയുള്ളൂ. അല്ലെങ്കിൽ ലോക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന മനോജിനെ നിന്ന് നമ്മുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് കൺമണിയെ മാത്രമാണ്, അവളെയാണ് എനിക്ക് വേണ്ടതെന്ന് പറയുന്നു. കൺമണി വിലമതിക്കാത്ത ആവാത്ത ഒരു സ്വത്താണെന്ന രീതിയിലൊക്കെ ബലരാമൻ പറയുകയാണ് ചെയ്യുന്നത്. കൺമണി ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. കൺമണിയെ തനിക്ക് വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ബലരാമനോട് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.